നമസ്കാരം. ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ജീവിതത്തിൽ എപ്പോഴും ആളുകളൊക്കെ ആഗ്രഹിക്കാറുണ്ട്, ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു പെർഫെക്റ്റോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. ജീവിത വിജയത്തിന് പെർഫെക്ഷനിസം നല്ലതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യതയോട് ചെയ്യാൻ കഴിയുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ലേ? എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള കുറവുകളോ വീഴ്ചകളോ പരാജയങ്ങളോ സംഭവിക്കാൻ പാടില്ല എന്നൊരു മനോഭാവത്തോടെയാണ് നമ്മൾ ചിലർ പ്രവർത്തിക്കുക. മാത്രമല്ല, കൃത്യത പാലിക്കുക എന്ന ശീലം ഡെയിലി ലൈഫിനെയും കുടുംബത്തെയും വ്യക്തിബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരാറുമുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും 100% പെർഫെക്ഷൻ ആഗ്രഹിക്കുകയും അത് സാധ്യമാകാതെ വരുമ്പോൾ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇങ്ങനെയുള്ളവർ വീണു പോവാറുണ്ട്. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം. അപ്പോൾ പെർഫെക്റ്റ് ആവുന്നത് തെറ്റല്ല, പക്ഷേ പെർഫെക്ഷനിസം മറ്റുള്ളവർക്കും അവനവനും ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. വാട്ട് ഈസ് പെർഫെക്ഷനിസം? Perfectionism is a personality trait that involves high personal standards, strong self-criticism, and particular sensitivity to negative judgments. പൊതുവെ വളരെ പോസിറ്റീവായി കരുതപ്പെടുന്ന ഒരു ക്യാരക്ടർ ട്രെയ്റ്റ് ആണ് പെർഫെക്ഷനിസം. എന്നാൽ ഹെൽത്തി ആയിരിക്കുമ്പോൾ പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് വിജയം നേടാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അൺഹെൽത്തി ആയിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ അൺഹാപ്പിനെസ്സിലേക്ക് നയിക്കുകയും അല്ലെങ്കിൽ നമ്മളൊരു വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എക്സ്ട്രീം പെർഫെക്ഷനിസം ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കും പോവാറുണ്ട്. നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്കും ബന്ധങ്ങളിൽ ചില ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നതും അതുപോലെ ഡിപ്രഷൻ പോലെയുള്ള മാനസിക രോഗങ്ങൾക്കും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമൃദ്ധി ഇല്ലാത്തൊരു അവസ്ഥയിലേക്കും എക്സ്ട്രീം പെർഫെക്ഷനിസം കാണാറുണ്ട്. പലപ്പോഴും ചില കുട്ടികളൊക്കെ അവർ ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് മാർക്സ് വാങ്ങാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ പെർഫോം ചെയ്യാതെ വരുമ്പോൾ ഒരു കരിയർ ഗ്രോത്ത് ഇല്ലാണ്ട് വരുമ്പോഴൊക്കെ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നതായി കണ്ടിട്ടുണ്ട്. സയൻസ് ഓഫ് പെർഫെക്ഷനിസം: having unrealistic standards, increased sensitivity to stress. അതായത് അമിതമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം, സ്വയം ഒരു വിലയില്ലായ്മ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തൽ, പെർഫെക്ഷനിസം സാധ്യമല്ല എന്ന കാരണത്താൽ പിന്മാറുന്ന മനോഭാവം. പല ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ മാറും. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത. പരാജയത്തിൽ നിന്ന് അമിത പ്രാധാന്യം കൊടുക്കുക, പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയത്താൽ പല കാരണങ്ങളാൽ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുക. ഹൈ എക്സ്പെക്റ്റേഷൻസ് ഓഫ് അതേഴ്സ്, മറ്റൊരാളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് പരിശ്രമിക്കുക. ഫിയർ ഓഫ് റിജക്ഷൻ, ഫെയിലിയർ, ഞാൻ ഇതിൽ റിജക്റ്റ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ തോക്കുമോ എന്ന് പേടിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറുക. ഫീലിംഗ് ഡിപ്രസ്ഡ് ബൈ അൺമെറ്റ് ഗോൾസ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ നിരാശയിലേക്ക് പോവുക. പ്രൊക്കാസ്റ്റിനേഷൻ, എപ്പോഴും നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വി പ്രൊക്രാസ്റ്റിനേറ്റ് തിങ്സ്, അല്ലെങ്കിൽ നമ്മൾ പിന്നത്തേക്ക് അത് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. ലോ സെൽഫ് എസ്റ്റീം, ഡിഫെൻസ് റെസ്പോൺസ് ടു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതായത് ഒരാളുടെ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക. നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു കമൻറ്റ് ചെയ്യുമ്പോൾ അത് വളരെയധികം മോശമായിട്ട് കാണുകയും ഡിഫെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. ഹൗ ടു ഓവർകം പെർഫെക്ഷനിസം? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. എൻഗേജ് ഇൻ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ വലിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ല. നമുക്ക് തെറ്റുകളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം. വി മൈറ്റ് ഗെറ്റ് റിജക്റ്റഡ്. എങ്കിലും അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഇതൊരു ഫേസ് ഓഫ് ലൈഫ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളൊരു ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് കമ്പയറിങ് അവർ സെൽഫ്സ് ടു അതേഴ്സ്. എപ്പോഴും നമുക്ക് വേറൊരു വ്യക്തിയെ പോലെ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത ഒരു അവസ്ഥയിൽ പെർഫെക്റ്റായി ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകൾ മറ്റൊരാളുമായി കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്, നേടിയെടുക്കാൻ സാധിക്കാത്ത റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനും
ഒരു സമയം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റേക്സ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറും അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. മിസ്റ്റേക്സ് ലേണിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ന് തിരിച്ചറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കൊരു എക്സ്ട്രീം പെർഫെക്ഷനിസത്തിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് സാധിക്കും. ഇഫ് നോട്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്ഷനായിട്ട് ചെയ്തില്ല എങ്കിൽ അതൊരു എക്സ്ട്രീം ഒരു സ്ട്രെസ്ഫുൾ ഒരു മാനസിക സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഷെയർ വിത്ത് എ പ്രൊഫഷണൽ. മേ ബി അവർക്കൊരു പക്ഷേ നിങ്ങൾക്കൊരു നല്ല ഇൻസൈറ്റ്സ് തരാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും സാധിക്കും. നന്ദി, നമസ്കാരം.